ഹലോ ഗൈസ്, KL33Q ഫാമിലിക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റംബൂട്ടാൻ അച്ചാറാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള റംബൂട്ടാൻ അച്ചാറാണ്. ഇന്ന് നമുക്ക് കുറച്ച് പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഉലുവാപ്പൊടി, കുറച്ച് മുളക് പൊടി എന്നിവ ചേർത്ത് ഒരു ശകലം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നമുക്കൊരു റംബൂട്ടാൻ അച്ചാറുണ്ടാകും. എല്ലാ പ്രേക്ഷകരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനാണ്. ചീനച്ചട്ടി എടുക്കുക, ശകലം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ആണ് ഏറ്റവും നല്ലത് അച്ചാറിടാൻ. നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. കുറച്ച് കടുകിട്ട് അത് നല്ല പൊട്ടിയതിന് ശേഷം ശകലം മുളക്, വെളുത്തുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതിട്ട് നല്ലതായിട്ട് വഴറ്റിയ ശേഷം അതിലോട്ട് നമ്മൾ ശകലം മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അത് ശകലം ഒന്ന് എണ്ണയിലോട്ട് ഇടുന്നതിന് ശേഷം അതൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ശകലം ഉലുവാപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ മുളക് പൊടി അധികം എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ഏറെ ഇടാം. എരിവില്ലാത്തതാണെങ്കിൽ മാത്രം കുറച്ച് കൂടുതലിടാവുള്ളൂ. എരിവിനനുസരിച്ച് ആൾക്കാർക്ക് അച്ചാർ കൂട്ടേണ്ട ഇതിനനുസരിച്ച് പച്ചമുളക് അതുകൊണ്ട് കുറച്ച് ചേർക്കാം. ഈ മുളക് പൊടി ചൂടാകുന്നതിന് ശേഷം റംബൂട്ടാൻ എന്നിട്ട് അതിനകത്തിട്ട് വഴറ്റിയെടുക്കും. വെള്ളം ഒഴിക്കില്ല. അപ്പം വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഈ അരപ്പിട്ട് റംബൂട്ടാൻ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കും. റംബൂട്ടാൻ നല്ലതായിട്ട് അതിലോട്ട് വഴറ്റി നല്ലതായിട്ട് ആ മസാല എല്ലാം ഒന്ന് ചൂടാക്കിയതിന് ശേഷം ശകലം മുളക് പൊടി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് എരിവിനനുസരിച്ച്. ശകലം വെള്ളം ഒഴിച്ച് അതിലോട്ട് നമ്മൾ ശകലം വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. റംബൂട്ടാൻ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. കുറച്ച് നേരം വെന്തതിന് ശേഷം തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അതിന് ശേഷം ഒരു കുറച്ച് ഉപ്പ് മാത്രം ആഡ് ചെയ്യുന്നുണ്ട്. സ്വീറ്റായിട്ട് കഴിക്കാതെ റംബൂട്ടാൻ എങ്ങനെ അച്ചാറുണ്ടാക്കാമെന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ KL33Q സബ്സ്ക്രൈബ് ചെയ്യണം.